പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ രാത്രിയുടെ ശാന്തതയിൽ പ്രിയാദൈ മക്കളോട് ഒരുമിച്ചായിരിക്കാൻ റോസ് ഫാമിലി ഗ്രൂപ്പിൽ ഫേസ്ബുക്ക് പേജിൽ എനിക്കും കടന്നു വരുവാനും പ്രിയപ്പെട്ടവർ ഒരുമിച്ചായിരിക്കാൻ ദൈവം കൃപ ചെയ്തതോർത്ത് ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. കഴിഞ്ഞ സമയങ്ങളിലെല്ലാം കർത്താവ് നമ്മയെല്ലാം അങ്ങിങ്ങായി കാത്തു. ദൈവത്തിൻ്റെ വലിയ കൃപയുടെ മറവിൽ അവിടുന്ന് ദൈവം നമ്മയെല്ലാം മറച്ചതിനായി ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഈ രാത്രി ദൈവത്തിൻ്റെ വചനം അല്പനേരം നമുക്ക് ചിന്തിക്കാം. ദൈവത്തിന് സ്തോത്രം. പ്രിയ ദൈവത്തിൻ്റെ മക്കളെ, ഈ ദിവസങ്ങളിൽ ആമേൻ, ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന അളവിൽ നാം ഓരോരുത്തരുമായി തീരുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ആമേൻ, സ്തോത്രം. ഇന്ന് രാത്രി ഞാൻ പറയുവാനായിട്ട് നമുക്ക് ചിന്തിക്കുവാനായി താല്പര്യപ്പെടുന്ന വേദഭാഗം മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 35-ഉം 36-ഉം വാക്യങ്ങൾ ഇങ്ങനെ കാണുന്നു. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പള്ളി പ്രമാണിയുടെ വീട്ടിൽ നിന്ന് ആൾ വന്നു, നിന്റെ മകൾ മരിച്ചുപോയി, ഗുരുവിനെ ഇനി അസഹ്യപ്പെടുത്തുന്നത് എന്തിന് എന്ന് പറഞ്ഞു. യേശു ആ വാക്ക് കാര്യമാക്കാതെ പള്ളിപ്രമാണിയോട് ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ആമേൻ, സ്തോത്രം. ഇന്ന് രാത്രി ഈ റോസ് ഫാമിലി ഗ്രൂപ്പിൽ ആമേൻ എനിക്ക് ഈ പേജിൽ കടന്നു വന്ന ദൈവത്തിൻ്റെ വചനം പറയുവാൻ ഈ അവസരം തന്ന പ്രിയ കർത്തൃദാസി റോസിൽ ആൻറ്റിക്കും കുടുംബത്തിനും ഈ ഗ്രൂപ്പിലുള്ള എല്ലാ മെമ്പേഴ്സിനും എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനത്തെ ആദ്യമായി അറിയിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ആമേൻ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സമയം നമുക്കിന്ന് രാത്രി ഒരുമിച്ചായിരിക്കുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. കർത്താവ് നമ്മുടെ മുൻപിൽ തന്നിരിക്കുന്ന സമയങ്ങൾ ഏറ്റവും വിലയേറിയതാണ്. ആമേൻ, സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വചനം ആമേൻ നമ്മെ അവിടുന്ന് ശക്തീകരിക്കട്ടെ. അല്പസമയം ദൈവവചനം നാം ചിന്തിക്കുന്നത് ആമേൻ, ഹല്ലേലൂയ. ദൈവവചനം നാം ചിന്തിക്കുമ്പോൾ അല്ലെങ്കിൽ അത് ദൈവവചനം കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രത്യാശയുള്ളവരും ആമേൻ കർത്താവിന് വേണ്ടി അധികം പ്രയോജനമുള്ളവരായി തീരുവാൻ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ഓരോ ദിനങ്ങളിലും നമ്മൾ ഈ ഫേസ്ബുക്ക് പേജിലൂടെ ദൈവവചനം നമുക്ക് കേൾക്കുവാൻ കർത്താവ് ഇടയാക്കിക്കൊണ്ടിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ കൃപകളെ ഓർത്ത് ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. ആമേൻ, സ്തോത്രം. ഇവിടെ ഇന്ന് രാത്രി നമുക്ക് ചിന്തിക്കുവാനായിട്ട് കർത്താവ് തന്നിരിക്കുന്ന വചനം മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 35-36 വേദഭാഗങ്ങളാണ്. ആമേൻ, ഞാനിവിടെ വായിപ്പാനിടയായത്. ഇവിടെ കാണുവാൻ കഴിയുന്നത് ഒരു പള്ളിപ്രമാണിയുടെ വീട്ടിൽ ആമേൻ, സ്തോത്രം, യായിറോസ് എന്ന് പേരുള്ളതാകുന്ന ആ പള്ളിപ്രമാണി ആമേൻ യേശുവിൻ്റെ അരികിൽ വരികയാണ്. തൻ്റെ ഏകജാതിയായ കുഞ്ഞ് അവളിപ്പോൾ അത്യാസന്ന നിലയിലായിരിക്കുകയാണ്. ആമേൻ. ഈ വേദഭാഗങ്ങൾ ഈ 5-ാം അധ്യായത്തിൽ നോക്കുമ്പോൾ യേശുനാഥൻ അനേക രോഗികളെ സൗഖ്യമാക്കിയ ഭാഗങ്ങളൊക്കെ നമുക്കിവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. അങ്ങനെ യേശു ആമേൻ പലരെയും സൗഖ്യമാക്കി, തന്നോടുകൂടെ വലിയൊരു പുരുഷാരവും കൂടെയുണ്ട്. അനേകരെ സൗഖ്യമാക്കി, അനേകർ ആമേൻ വിടുതലുകൾ പ്രാപിച്ച് യേശു ഇങ്ങനെ കടന്നു വരുമ്പോൾ ആമേൻ അവൻ പടക് കയറി ഇക്കരെ കടന്ന് കടലരികെ ഇരിക്കുമ്പോൾ വലിയ പുരുഷാരം യേശുവിനോട് കൂടെയുണ്ട്. അതിൻ്റെ നടുവിൽ ഒരു മനുഷ്യൻ വന്നിട്ട് പറയുകയാണ്, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, അവൻ്റെ കാൽക്കൽ വന്നവൻ വീണു. ആമേൻ. അവൻ്റെ യേശുവിൻ്റെ കാൽക്കൽ വന്ന് വീണിട്ട് അവൻ പറയുകയാണ്, എൻ്റെ കുഞ്ഞുമകൾ അത്യാസന്ന നിലയിലായിരിക്കുക, അവൾ ജീവിച്ചിരിക്കേണ്ടതിന് ആമേൻ, അവൾ രക്ഷപ്പെട്ട് ജീവിക്കേണ്ടതിന് അവളുടെ മേൽ വന്ന് കൈവയ്ക്കണം. പ്രീസലോ, വളരെ ദുഃഖത്തോടെ വളരെ പ്രയാസത്തോടെ ഈ മനുഷ്യൻ കടന്നു വന്ന് യേശുവിനോട് പറയുകയാണ്. ആമേൻ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, ആമേൻ, ഏത് വിഷയത്തിൻ്റെ മുഖത്താണോ നീ ഭാരത്തോടെ ആയിരിക്കുന്നത്, ആമേൻ, ഹല്ലേലൂയ, എന്നാൽ അതിൻ്റെ മേൽ ഒരു വിടുതൽ തരുവാൻ
ആമേൻ പ്രതിസന്ധിയിൽ നിന്ന്, നീ അനുഭവിക്കുന്ന ആമേൻ കഷ്ടത്തിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന്, രോഗത്തിൽ നിന്ന് ആമേൻ ഹല്ലേലൂയ വിടുവിപ്പാൻ, ആമേൻ നിനക്കൊരു ആമേൻ സന്തോഷം പറഞ്ഞു തരുവാൻ യേശുനാഥൻ മാത്രമേ ഉള്ളൂ. ആ യേശുവിന്റെ കരങ്ങളിൽ ഇന്ന് രാത്രി നമുക്കൊന്ന് സമർപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. യേശുവിനോട് കൂടെ വളരെ പുരുഷാരമുണ്ട്. പലരും വിടുതലുകൾ ആമേൻ പ്രാപിച്ച് കടന്നു പോകുന്നവരുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ യായിറോസ് എന്ന് പേരുള്ള ഒരു പള്ളിപ്രമാണിയാണ്. അദ്ദേഹം കടന്നു വന്നിട്ട് പറയുകയാണ്, എൻ്റെ കുഞ്ഞുമകൾ ആമേൻ അത്യാസന്ന നിലയിലായിരിക്കുക. അവൻ യേശുവിന്റെ കാൽപാദത്തിലേക്ക് വീണു. ആമേൻ യേശുവിന്റെ കാൽച്ചുവട്ടിലേക്ക് വീഴുന്ന, അല്ലെങ്കിൽ യേശുവിന്റെ പാദപീഠത്തെങ്കിൽ അവൻ സമർപ്പിക്കുന്ന ഒരു വ്യക്തിയെ ദൈവം തള്ളിക്കളയത്തില്ല. ആമേൻ സ്തോത്രം. അവരോട് കർത്താവിന് മനസ്സലിവുണ്ട്. നമുക്കറിയാം ആമേൻ മാർത്ത, അവൾ എപ്പോഴും യേശുവിന്റെ കാൽക്കൽ ഇരിക്കുന്നവളാ. ആമേൻ ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. യേശുവിന്റെ കാൽപാദത്തെങ്കിൽ ഇരുന്നാൽ എന്തുണ്ട്? വിടുതലുണ്ട്. ആമേൻ. അവന്റെ പാദപീഠത്തെങ്കിൽ നാം ഒന്ന് താഴ്ത്തി ഏൽപ്പിച്ചാൽ നമുക്ക് അനുഗ്രഹമുണ്ട് ദൈവമക്കളെ. ഹല്ലേലൂയ. വിടുതലുണ്ട്. ആമേൻ. നിന്റെ സങ്കടത്തെ മാറ്റുവാൻ, നിന്റെ പ്രയാസങ്ങളെ മാറ്റിയെടുക്കുവാൻ ആമേൻ ഹല്ലേലൂയ യേശുവിന് കഴിയും. ആമേൻ. യേശുവിനെ കുറിച്ച് യായിറോസ് കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് അവൻ യേശുവിന്റെ അടുക്കൽ വന്നിട്ട് പറയുക, എൻ്റെ കുഞ്ഞുമകൾ ആമേൻ ഹല്ലേലൂയ അവൾ അത്യാസന്ന നിലയിലായിരിക്കുക. നീ എൻ്റെ വീട്ടിൽ വന്ന് അവളുടെ മേലൊന്ന് കൈവയ്ക്കണം. ഇതാണ് യേശുവിനോട് വന്ന് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. അവൾ രക്ഷപ്പെട്ട് ജീവിക്കേണ്ടതിന് അവളുടെ മേൽ കൈവയ്ക്കണമേ എന്ന് ഈ മനുഷ്യൻ വളരെ യേശുവിനോട് അപേക്ഷിക്കുകയാ. പ്രൈസലോ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവപൈതലേ, ഏത് വിഷയത്തിന്റെ മുഖത്താണോ നീ യേശുവിനോട് അപേക്ഷിക്കുന്നത്, നിന്റെ അപേക്ഷ കേൾക്കാൻ ഒരു പക്ഷേ പുരുഷാരമൊന്നും കണ്ടെന്നു വരില്ല, മറ്റുള്ളവരാരും കണ്ടെന്നു വരികയില്ല. ആമേൻ. നമ്മുടെ കൂട്ടുകാര് ആമേൻ ഹല്ലേലൂയ ആമേൻ നാം സ്നേഹിക്കുന്ന പലരും ആമേൻ കണ്ടെന്ന് വരികയില്ല. എന്നാൽ ഇന്ന് രാത്രി പറയട്ടെ, യേശു ആമേൻ യേശുവിനോട് പറഞ്ഞാൽ ആമേൻ നിന്നെ വിടുവിപ്പാൻ ഇടയായിത്തീരും. ദൈവത്തിന് സ്തോത്രം. ആമേൻ. കർത്താവിന് മാത്രമേ നിന്നെ രക്ഷിപ്പാൻ കഴിയുകയുള്ളൂ. ഹല്ലേലൂയ. ഇന്ന് രാത്രി നമ്മെ വിടുവിക്കുന്ന ആമേൻ ആ യേശുവിന്റെ കാൽ ചുവട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമ്മെ വിടുവിക്കുന്ന, നമ്മെ സഹായിക്കുന്ന, നമ്മോട് മനസ്സലിവ് കാണിക്കുന്ന ആ യേശുവിന്റെ കരങ്ങളിൽ ഇന്ന് രാത്രി ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തേ. അവൻ നിന്നെ വിടുവിപ്പാൻ, നിന്നെ മാത്രമല്ല നിന്റെ കുടുംബത്തെ വിടുവിപ്പാൻ, നിന്റെ തലമുറയെ വിടുവിപ്പാൻ യേശുവിന് കഴിയും. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രി ആമേൻ സ്തോത്രം പറയട്ടെ. ആമേൻ. നമ്മെ വിടുവിപ്പാൻ ശക്തനായ ആ യേശുവിന്റെ കരങ്ങളിലേക്ക് നീ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താൽ അത്ഭുതകരമാകുന്ന ചില വിടുതലുകളെ നിനക്ക് കാണുവാൻ കഴിയും. യായിറോസ് വന്നിട്ട് പറയുക, എൻ്റെ കുഞ്ഞു മകൾക്ക് വേണ്ടി നീ ഒന്ന് ഹല്ലേലൂയ അതേ പ്രാർത്ഥിക്കണം. ആമേൻ. അവൻ അപേക്ഷിക്കുക, യേശുവിന്റെ കാൽച്ചുവടിലേക്ക് അവൻ വീണുകൊണ്ട് അവൻ അപേക്ഷിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അതിന്റെ 35-ാമത്തെ വചനം വായിക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആമേൻ എന്താണ് യായിറോസ് പറയുന്നത്? എൻ്റെ കുഞ്ഞുമകൾ ദീനം പിടിച്ച് ആമേൻ അവൾ വളരെ അത്യാസന്ന നിലയിലുള്ള രോഗം ബാധിച്ച് അവൾ കിടക്കുക, അതുകൊണ്ട് നീ വന്ന് കൈവയ്ക്കണമേ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അവൻ വളരെ അപേക്ഷിച്ചു. എന്നാൽ യേശുവിന്റെ വാക്ക് കേട്ടിട്ട് എന്തോ ചെയ്തു? യായിറോസിന്റെ ഭവനത്തിലേക്ക് പോകുവാനിടയായി. ആമേൻ. അവൻ പോകുന്ന വഴിയിൽ പുരുഷാരവും വളരെ പുരുഷാരം യേശുവിനോട് കൂടെയുണ്ട്. ആമേൻ. ആ തിക്കിത്തിരക്കിക്കൊണ്ട് ജനം അവനോടൊപ്പമുണ്ട്. ഹല്ലേലൂയ. എന്നാൽ ഇതിന്റെ ഇടയിൽ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. പല രോഗികളും വീണ്ടും സൗഖ്യം പ്രാപിക്കുന്നത് നമുക്ക് ഈ അധ്യായങ്ങൾ വായിക്കുമ്പോൾ കാണുവാൻ തക്കോണം കഴിയുന്നുണ്ട്. ദൈവമക്കളെ, ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ എത്ര തന്നെ ആമേൻ നമ്മുടെ ജീവിതത്തിന് ആമേൻ സ്തോത്രം പ്രതിസന്ധികൾ കടന്നു വന്നാലും യേശുവിന്റെ അരികിലേക്ക് കടന്നു ചെന്നാൽ ആമേൻ പൂർണ്ണമായ വിടുതൽ നമുക്ക് പ്രാപിക്കുവാൻ കഴിയും. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രി നമുക്ക് വിടുതൽ നൽകുന്ന യേശുവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കാം. ഇവിടെ 35-ാം വാക്യം പറയുന്നു, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആമേൻ ഹല്ലേലൂയ തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പള്ളിപ്രമാണിയുടെ വീട്ടിൽ നിന്ന് ആൾ വന്ന് പറയുകയാ, അതേ നിന്റെ കുഞ്ഞുമകൾ മരിച്ചുപോയി. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. മരണത്തിൽ നിന്നും വിടുവിപ്പാൻ ആമേൻ ഹല്ലേലൂയ മരണത്തിൽ നിന്നും രക്ഷിപ്പാൻ ആമേൻ നിനക്ക് പുതുജീവൻ തരുവാൻ ശക്തിയുള്ള ഒരു ദൈവം ഇന്ന് രാത്രി നമ്മുടെ മധ്യത്തിലുണ്ട്. ഹല്ലേലൂയ. അതേ ഈ ഫേസ്ബുക്ക് ലൈവിൽ എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, നിന്റെ
കുടുംബത്തിൽ ദൈവം ഇറങ്ങി വന്നിട്ടുണ്ട്. പ്രൈസലോ. എന്തിനാ? നിന്നെ ഒന്ന് വിടിവിക്കുവാൻ. ദൈവത്തിന് സ്തോത്രം. ഇവിടെ ആമേൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ യേശു ആമേൻ ഹല്ലേലൂയ, അതേ ദൈവത്തിന് സ്തോത്രം, ആമേൻ പള്ളിപ്രമാണിയുടെ വീട്ടിൽ നിന്ന് ആൾ വന്ന് പറയുകയാ, അതേ നിന്റെ കുഞ്ഞുമകൾ മരിച്ചുപോയി. ദൈവത്തിന് സ്തോത്രം. ഒരു ദുഃഖ വാർത്തയുമായിട്ട് യായിറോസിന്റെ കുടുംബത്തിൽ നിന്നും ഇപ്പോൾ ഒരാൾ വന്ന് പറയുകയാ, നിന്റെ കുഞ്ഞുമകൾ മരിച്ചുപോയി. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്ന് രാത്രി ആമേൻ സ്തോത്രം, എന്തെല്ലാം പ്രശ്നങ്ങൾ വന്നാലും ഹല്ലേലൂയ, ആമേൻ നിന്നെ തകർത്ത് നിന്റെ വിശ്വാസ ജീവിതത്തെ ആമേൻ തകർത്ത് കളയത്തക്ക രീതിയിൽ പ്രതിസന്ധികൾ കടന്നു വന്നാലും ഇന്ന് രാത്രി പറയട്ടെ ദൈവ പൈതലേ, നീ യേശുവിന്റെ കരങ്ങളിലേക്കൊന്ന് വിട്ടുകൊടുക്കുക. ദൈവത്തിന് സ്തോത്രം. ആമേൻ. യേശു ആമേൻ ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഇങ്ങനെ തന്റെ ഭവനത്തിൽ നിന്നും തന്റെ വീട്ടിൽ നിന്നും ഒരാൾ വന്ന് പറയുകയാ, നിന്റെ കുഞ്ഞുമകൾ മരിച്ചുപോയി. ആമേൻ. നിന്റെ മകൾ മരിച്ചുപോയി. ഗുരുവിനെ ഇനി അസഹ്യപ്പെടുത്തേണ്ട. പ്രൈസലോ. ആമേൻ. നിന്നെ അസഹ്യപ്പെടുത്തും മറ്റുള്ളവരുടെ വാക്കുകൾ. ആമേൻ. മറ്റുള്ളവരുടെ വാക്കുകൾ നമ്മെ അസഹ്യപ്പെടുത്തുകയും നമ്മെ വേദനിപ്പിക്കുകയോ നമ്മെ നിരാശപ്പെടുത്തുകയും ചെയ്യുന്ന മറുപടി ആയിരിക്കും ഒരുപക്ഷെ നമുക്ക് ലഭിക്കുന്നത്. എന്നാൽ ഇന്ന് രാത്രി പറയട്ടെ, നീ യേശുവിന്റെ വാക്ക് കേട്ടാൽ ആമേൻ നിനക്കൊരു വിടുതലുണ്ട്. പ്രൈസലോ. നിന്റെ കുടുംബത്തിനൊരു വിടുതലുണ്ട്. നിന്റെ തലമുറയ്ക്കൊരു വിടുതലുണ്ട്. നിന്റെ വ്യക്തിപരമാകുന്ന ജീവിതത്തിൽ എന്തുണ്ട്? ഒരു വിടുതൽ നിനക്ക് ലഭിക്കാൻ ഇടയായി തീരും. പ്രൈസലോ. ആമേൻ സ്തോത്രം. ഇവിടെ ആമേൻ കാണുവാൻ കഴിയുന്നുണ്ട്. ആമേൻ. ഗുരുവിനെ ഇനി അസഹ്യപ്പെടുത്തുന്നത് എന്തിന്? ആമേൻ. കാരണം ഈ കുഞ്ഞ് മരിച്ചിരിക്കുക. ആമേൻ. സകല പ്രതീക്ഷകളും പോയി. ഏകയായ ഒരു കുഞ്ഞ് മാത്രമേ ഈ യായിറോസിനുള്ളൂ. ആമേൻ. മറ്റു മക്കളുടെ കാര്യങ്ങളൊന്നും അവിടെ പറഞ്ഞിട്ടില്ല. എന്നാൽ ദൈവത്തിന് സ്തോത്രം, ഏകയായ കുഞ്ഞ് ആമേൻ മരിച്ചു പോയിരിക്കുക. അതുകൊണ്ട് ഇനി നീ എന്ത് ചെയ്യണം? ആമേൻ. യേശുവിനെ അസഹ്യപ്പെടുത്തേണ്ട. ഹല്ലേലൂയ. ഇന്ന് രാത്രി മറ്റുള്ളവരുടെ വാക്ക് കേട്ട് ദുഃഖത്തോടെ ഇരിക്കുന്ന ദൈവ പൈതലേ, പ്രയാസങ്ങളോടെ ഇരിക്കുന്ന ദൈവ പൈതലേ, ആമേൻ ഈ ലൈവിൽ നീ കടന്നു വന്നിരിക്കുന്നത് ആമേൻ മുറിപ്പെടുത്തുന്ന നൊമ്പരങ്ങളുമായി, ആമേൻ ഹൃദയം ഭാരത്തോടെ നീ കടന്നു വന്നിരിക്കുന്നുവെങ്കിൽ ഇന്ന് രാത്രി നിന്നെ വെടിവെപ്പാൻ ഒരു യേശുനാഥൻ ഇറങ്ങി വന്നിട്ടുണ്ട്. പ്രൈസലോ. ആമേൻ. യേശു എന്താ ചെയ്തത്? ആമേൻ. അടുത്ത വാക്യം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ തൊക്കെ കഴിയുന്നുണ്ട്. ആമേൻ. ഗുരുവിനെ ഇനി അസഹ്യപ്പെടുത്തുന്നത് എന്തിനെന്ന് പറഞ്ഞു. ആമേൻ. യേശു ആ വാക്ക് കാര്യമാക്കാതെ പള്ളിപ്രമാണിയോട് പറയുകയാ, ഭയപ്പെടേണ്ട. പ്രൈസലോ. ആരുണ്ട്? ദൈവത്തിന് സ്തോത്രം. ദൈവ പൈതലേ, ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞ് നിന്നെ ഒന്ന് ആശ്വസിപ്പിക്കുവാൻ നിനക്കാരുമില്ലാതിരിക്കുമ്പോൾ ഇന്ന് രാത്രി പറയട്ടെ, നിന്നെ ആശ്വസിപ്പിക്കുവാൻ ആമേൻ ഒരു യേശുവിന്റെ വാക്ക്. ഹല്ലേലൂയ. ഇന്ന് രാത്രി നിനക്കായി ആമേൻ ദൈവത്തിന് സ്തോത്രം ഈ വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നിന്നോട് സംസാരിക്കുക. ആമേൻ. ഹല്ലേലൂയ. ഭയപ്പെടേണ്ട. ഇന്ന് രാത്രി ഹല്ലേലൂയ ഭയത്തെ മാറ്റുന്ന ഒരു കർത്താവ് നമുക്ക് വേണ്ടി ഇറങ്ങി വന്നിട്ടുണ്ട്. ആമേൻ. ഏത് വിഷയത്തിന്റെ മുഖത്താ നിനക്ക് മുന്നോട്ട് പോകുവാൻ കഴിയാതെ നിന്റെ ക്രിസ്തീയ ജീവിതത്തെ തടയുന്ന, ആമേൻ നിന്റെ ആത്മീയ ശുശ്രൂഷയെ തടയുന്ന, ആമേൻ നിനക്ക് മുന്നോട്ട് പോകുവാൻ കഴിയാതെ പ്രയാസമായിരിക്കുന്ന വിഷയം എന്താണോ ഇന്ന് രാത്രി അത് യേശുവിന്റെ അരികിൽ കൊണ്ടുവരിക. ആമേൻ. നിന്റെ കുടുംബത്തെ വിടുവിപ്പാൻ അവൻ ശക്തനാണ്. ദൈവത്തിന് സ്തോത്രം. ഇവിടെ യേശു ആ വാക്ക് കേട്ടപ്പോൾ ഏത് വാക്കാ കേട്ടത്? ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. അതേ ദൈവത്തിന് സ്തോത്രം. ഇനി ഗുരുവിനെ അസഹ്യപ്പെടുത്തേണ്ട. പ്രൈസലോ. യേശുവിനെ അസഹ്യപ്പെടുത്തേണ്ട. ഇന്ന് രാത്രി മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ട് ആമേൻ ഹൃദയം നൊമ്പരപ്പെടുന്ന ദൈവ പൈതലേ, ഹൃദയം ഭാരത്തോടെ ആയിരിക്കുന്ന ദൈവ പൈതലേ, നിന്നെ വിടിവിപ്പാൻ ഒരു യേശു ഇന്ന് രാത്രി ആമേൻ അവൻ ഇറങ്ങി വന്നിട്ടുണ്ട്. പ്രൈസലോ. യേശുവിന്റെ വാക്ക് ഹല്ലേലൂയ നീ കേട്ടാൽ നിനക്ക് ജീവൻ നൽകുവാനിടയായി തീരും. പുതിയ ജീവൻ, പുതിയ ശക്തി നിനക്ക് ലഭിക്കുവാനിടയായി തീരും. ദൈവത്തിന് സ്തോത്രം. ഇവിടെ ആമേൻ പറയുകയാണ്, ഇനി ഗുരുവിനെ അസഹ്യപ്പെടുത്തേണ്ട. കാരണം കുഞ്ഞു മരിച്ചിരിക്കുക. പ്രൈസലോ. സകല പ്രതീക്ഷകളും ആമേൻ അസ്ഥാനത്തായിരിക്കുക. ആ കുടുംബത്തിന്റെ അവസ്ഥ ഇപ്പോൾ എന്താണ്? ആമേൻ അത് മരണവീടായി തീർന്നിരിക്കുക. ഇന്ന് രാത്രി നിന്റെ ഭവനത്തെ ഏൽപ്പിച്ചു കൊടുക്കുക. മരണത്തിന്റെ കെട്ടുകളെ അഴിച്ചു മാറ്റുന്ന ദൈവ ആമേൻ മരണത്തിന്റെ ഹല്ലേലൂയ ആമേൻ സ്തോത്രം ഹല്ലേലൂയ അവസ്ഥകളിൽ നിന്ന് ആമേൻ നിന്നെ വിടുവിപ്പാൻ ശക്തനായ ഒരു ദൈവ ഈ രാത്രി നിനക്കായി ഇറങ്ങി വന്നിട്ടുണ്ട്.
പറയുന്നുണ്ട്. ഹല്ലേലൂയ. നിനക്ക് വിശ്വസിക്കുവാൻ കഴിയുമോ? ഗുരുവിനെ അസഹ്യപ്പെടുത്തേണ്ട. ഇതാ ആമേൻ ഹല്ലേലൂയ മകൾ മരിച്ചു പോയിരിക്കുക. എന്നാൽ യേശു ഈ വാക്ക് കേട്ടപ്പോൾ അത് ഹല്ലേലൂയ അത് കാര്യമാക്കിയില്ല കേട്ടോ. ദൈവത്തിന് സ്തോത്രം. എല്ലാ വാക്കുകളും കേൾക്കുമ്പോൾ മറ്റുള്ളവരുടെ വാക്കുകൾ ഹല്ലേലൂയ ആമേൻ പലതും നാം കേട്ടെന്നിരിക്കുക. എന്നാൽ ഇന്ന് രാത്രി പറയട്ടെ, എല്ലാവരുടെയും എല്ലാ വാക്കുകളും കേട്ട് അത് നിന്റെ ഹൃദയത്തെ ഭാരപ്പെടുത്തുന്നുവെങ്കിൽ ഇന്ന് രാത്രി അത് നീ യേശുവിന്റെ കരങ്ങളിൽ ഇട്ടുകൊടുക്ക്. നിന്നെ വിടിവിപ്പാൻ അവൻ ശക്തനാ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. യേശു ആ വാക്ക് കാര്യമാക്കിയില്ല. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. എല്ലാ വാക്കുകളും ദൈവമക്കളെ ആമേൻ ഹല്ലേലൂയ മറ്റുള്ളവരുടെ ആമേൻ പല വാക്കുകളും നീ കേൾക്കുമ്പോൾ അതെല്ലാം നീ ഏറ്റെടുക്കേണ്ട ആവശ്യമില്ല. ആമേൻ സ്തോത്രം. നിന്റെ ആമേൻ ഹൃദയത്തിന്റെ ആമേൻ നിലവുകളെ അറിയുന്ന ദൈവം, നിന്റെ ഭാരത്തെ അറിയുന്ന ദൈവം, ഇന്ന് രാത്രി നീ എന്ത് ചെയ്യണം? യേശു എന്താണ് എന്നോട് പറയുന്നത്? പ്രൈസ് ദി ലോർഡ്. യേശു എന്താണ് നിന്നോട് പറയുന്നത്? യേശുവിന്റെ വചനം എന്താണ് നിന്നോട് പറയുന്നത്? ആമേൻ. ഇന്ന് രാത്രി നീ വചനത്തിൽ ആശ്രയിക്ക്. നീ വചനത്തിന് ശ്രദ്ധ കൊടുക്ക്. വചനം എന്താണ് നിന്നോട് പറയുന്നത്? ആമേൻ ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം നിന്നോട് പറയുന്നത് പോലെ ഈ ദിവസങ്ങളിൽ നീ അനുസരിച്ചാൽ ആമേൻ ദൈവത്തിന് നിന്നെ വിടുവിപ്പാൻ കഴിയും. നിന്റെ കുടുംബത്തിന്റെ മേൽ ഒരത്ഭുത വിടുതൽ എന്റെ ദൈവത്തിന് നൽകി തരുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. യേശു എന്തു ചെയ്തു? ആ വാക്കവൻ കാര്യമാക്കിയില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ ഇന്ന് രാത്രി പറയട്ടെ, ആമേൻ ഹല്ലേലൂയ, നീ ആമേൻ സ്തോത്രം യേശു പറയുന്ന വാക്കുകളെ കേട്ട് അനുസരിച്ചാൽ നിനക്ക് ആമേൻ വിടുതൽ ലഭിപ്പാനിടയായി തീരും. യേശു പറഞ്ഞു, അതെ നീ ഭയപ്പെടേണ്ട. ഇന്ന് രാത്രി നിന്റെ ഭയത്തെ മാറ്റുവാൻ ആമേൻ നിന്റെ ഭയത്തിൽ നിന്ന് നിന്നെ വിടുവിപ്പാൻ യേശു കടന്നു വന്നിരിക്കുക. പ്രൈസ് ദി ലോർഡ്. യായിറോസ് ഇപ്പോൾ ഭയപ്പെട്ടിരിക്കുക. കാരണം കുഞ്ഞു മരിച്ചുപോയി. ദൈവത്തിന് സ്തോത്രം. ആമേൻ. മരണത്തിന് ഒരിക്കലും ആമേൻ നിന്നെ മാറ്റിക്കളയുവാൻ പറ്റത്തില്ല. കാരണം ദൈവവചനം പറയുന്നു. ആമേൻ ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം അതിന്റെ 11-ാം അധ്യായത്തിലേക്ക് നമുക്ക് നോക്കുമ്പോൾ കാണുവാൻ തക്ക കഴിയുന്നുണ്ട്. 11:25 യേശു അവളോട്, ഞാൻ തന്നെ പുനരുത്ഥാനം ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. പ്രൈസ് ദി ലോർഡ്. ആമേൻ സ്തോത്രം. ഇവിടെ വചനം പറയുന്നു, ആമേൻ യേശുവിൽ വിശ്വസിച്ചാൽ ആമേൻ ഹല്ലേലൂയ അതേ നിനക്ക് ദൈവത്തിന് സ്തോത്രം മരിച്ചാലും ജീവിക്കുവാൻ പറ്റും. ഹല്ലേലൂയ. ഇവിടെ എന്താ ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത്? ഈ കുഞ്ഞ് മരിച്ചു പോകുവാനിടയായി. തന്റെ ഏകജാതയായ ഒരു കുഞ്ഞ് ആമേൻ ഹല്ലേലൂയ. തനിക്ക് മറ്റു മക്കളൊന്നുമില്ല. ഈ ഏകജാതിയായ ഈ കുഞ്ഞ് മരിച്ചു പോയിരിക്കുക. ദൈവത്തിന് സ്തോത്രം. ആമേൻ ഹല്ലേലൂയ. പറയട്ടെ ആമേൻ സ്തോത്രം. ഇവിടെ പറയുകയാണ് ദൈവത്തിന്റെ വചനം, ഭയപ്പെടേണ്ട. യായിറോസേ നീ ഭയപ്പെടേണ്ട. ആമേൻ. നിന്നോട് പറഞ്ഞവൻ ആരാണ്? ആമേൻ. വിടുവിപ്പാൻ, മരണത്തിൽ നിന്നും വിടുവിപ്പാൻ ശക്തനായ ഒരു ദൈവമാണ് യായിറോസിനോട് പറഞ്ഞത്. അതേ നീ ഭയപ്പെടേണ്ട. വിശ്വസിക്കുക മാത്രം ചെയ്യുക. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, നിന്റെ ഏത് പ്രശ്നങ്ങളായാലും ഏത് വിഷയമായാലും ആമേൻ നീ യേശുവിൽ വിശ്വസിക്ക്. യേശുവിൽ ഏൽപ്പിച്ചു കൊടുക്ക്. നിന്റെ ഭയത്തെ ഒന്ന് മാറ്റ്. ആമേൻ. നിന്റെ അരികിൽ നിൽക്കുന്നതാരാ? യേശുവാകട്ടോ പറഞ്ഞത്. ആമേൻ. വളരെ പുരുഷാരം അവിടെയുണ്ട്. ആ പുരുഷാരത്തിൽ നിന്ന് ആരും യായിറോസിനോട് പറഞ്ഞില്ല. ആമേൻ. അവൻ യേശുവിന്റെ കാൽച്ചുവട്ടിൽ വന്നവൻ വീഴുക ചെയ്തത് ആർക്കു വേണ്ടിയാ? തന്റെ കുടുംബത്തിന് വേണ്ടി. പ്രൈസ് ദി ലോർഡ്. തന്റെ കുഞ്ഞിന് വേണ്ടി. ആമേൻ. മരിച്ച ആമേൻ ആ കുഞ്ഞിന് വേണ്ടി അവൻ ഹല്ലേലൂയ അത് യേശുവിന്റെ അരിക്കൽ വന്ന് അവൻ മുട്ടുകുത്തുവാനിടയായി. ഇന്ന് രാത്രി നിനക്ക് യേശുവിന്റെ കരങ്ങളിൽ സമർപ്പിച്ചു കൊടുക്കുവാൻ കഴിയുമോ? നീ ആയിരിക്കുന്ന പ്രശ്നത്തിൽ നിന്ന് നിന്നെ വിടുവിച്ച് പുറത്തു കൊണ്ടുവരുവാൻ എന്റെ യേശുവിന് കഴിയും. ഹല്ലേലൂയ. ഇവിടെ പറയുകയാണ് ദൈവത്തിന് സ്തോത്രം. ആമേൻ. നീ ഭയപ്പെടേണ്ട. ആരുണ്ട് ദൈവമക്കളെ ഭയപ്പെടേണ്ട എന്ന് നമ്മോട് പറയുവാൻ? ആമേൻ. നമ്മെ താങ്ങുവാൻ ഒരുപക്ഷെ ആരും കണ്ടെന്നു വരികയില്ല. ഒരാശ്വാസവാക്ക് പറഞ്ഞു തരുവാൻ ആരും കണ്ടെന്നു വരികയില്ല. എന്നാൽ ഇന്ന് രാത്രി പറയട്ടെ, വചനം എന്താണ് നിന്നോട് പറയുന്നത്? യേശു എന്താണ് നിന്നോട് പറയുന്നത്? നീ യേശു പറയുന്നത് കേട്ടാൽ നിനക്കൊരു വിടുതലുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രി ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നീ ഏൽപ്പിച്ചു കൊടുക്ക. യേശുവിന്റെ വാക്കിന്റെ മുൻപിൽ ഒന്ന് സമർപ്പിച്ചു കൊടുക്ക. അവൻ നിന്നെ വിടുവിപ്പാൻ ശക്തനാ. പ്രൈസ്
പ്രൈസലോ. ഇവിടെ യേശു ആ വാക്ക് കാര്യമാക്കാതെ പള്ളിപ്രമാണിയോട് ഭയപ്പെടേണ്ട, ആമേൻ, വിശ്വസിക്കുക മാത്രം ചെയ്യുക. പ്രൈസലോ. ദൈവമക്കളെ, നാം വലിയ കാര്യങ്ങളൊന്നും ചെയ്യണ്ട. ആമേൻ, യേശുവിലൊന്ന് വിശ്വസിച്ചാൽ മതി. പ്രൈസലോ. നീ യേശുവിലൊന്ന്, ആമേൻ, പൂർണ്ണ വിശ്വാസത്തോടെ, ആമേൻ, യേശുവിലേക്ക് തികഞ്ഞ വിശ്വാസത്തോടെ, അല്പമാകുന്ന വിശ്വാസമല്ല നമ്മളിൽ ഉണ്ടാകേണ്ടത്. നമ്മുടെ വിശ്വാസം അത് തികഞ്ഞതായിരിക്കണം. ആമേൻ, ദൈവത്തിന് പ്രവർത്തിക്കുവാൻ, ദൈവത്തിന്റെ മറുപടി ഒന്ന് കാണുവാൻ, ദൈവത്തിന് നമ്മളിലൊന്ന് നമ്മയൊന്ന് മാറ്റിയെടുക്കുവാൻ, നമ്മുടെ പ്രശ്നങ്ങൾക്കൊന്ന് പരിഹാരം വരുത്തത്തക്കവണ്ണം നമ്മുടെ വിശ്വാസം ഈ നാളിൽ ഒന്ന് വർദ്ധിച്ചു വരണം. പ്രൈസലോ. അതുകൊണ്ട് ഇന്ന് രാത്രി ദൈവത്തിന്റെ മക്കളെ നമുക്ക് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മുടെ വിശ്വാസത്തെ നമുക്കൊന്ന് വർദ്ധിപ്പിക്കാം. ദൈവത്തിന് സ്തോത്രം. ആമേൻ. ആ യേശു പറയുന്ന ആ വാക്കുകളെ കേട്ട് നമുക്കൊന്ന് മുന്നോട്ട് പോകുവാൻ ഒരു തീരുമാനമെടുക്കാം. ദൈവത്തിന് സ്തോത്രം. വിശ്വസിക്കുക മാത്രം ചെയ്യുക. പ്രൈസലോ. അപ്പോൾ നമുക്ക്, ആമേൻ, ഹല്ലേലൂയ, നമ്മുടെ ഭയം മാറണമെങ്കിൽ, ആമേൻ, നമ്മുടെ വിഷയത്തിന്റെ മേൽ മറുപടി ലഭിക്കണമെങ്കിൽ നാം യേശുവിൽ വിശ്വസിക്കണം. പ്രൈസലോ. കർത്താവ് എന്താണ് നമ്മോട് പറയുന്നത് അത് നാം വിശ്വസിക്കണം. യേശുവിൽ വിശ്വസിക്കുന്നുവെങ്കിൽ, ആമേൻ, ഹല്ലേലൂയ, നിന്റെ, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, ജീവിതത്തില്, നിന്റെ കുടുംബത്തില്, ആമേൻ, ഹല്ലേലൂയ, അത് ദൈവത്തിന്റെ അനുഗ്രഹത്തെ, വിടുതലിനെ നിനക്ക് കാണുവാൻ കഴിയും. ദൈവത്തിന് സ്തോത്രം. നമുക്ക് നോക്കാം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എപ്രകാരമാണ്. പള്ളിപ്രമാണിയോട് യേശു ആ വാക്ക് കാര്യമാക്കാതെ പള്ളിപ്രമാണിയോട് പറയുകയാ, ഭയപ്പെടേണ്ട. പ്രൈസലോ. ഇപ്പോൾ യായിറോസിന്റെ കുടുംബം, യായിറോസിന്റെ, ഹല്ലേലൂയ, ഹൃദയം എങ്ങനെയിരിക്കുക? അവൻ ഭയപ്പെട്ടിരിക്കുക. കാരണം കുഞ്ഞ് മരിച്ചുപോയി. പ്രൈസലോ. ഇന്ന് രാത്രി ഏത് വിഷയമാ നിന്റെ ജീവിതത്തില്, നിന്റെ കുടുംബത്തിന്റെ തകർന്ന അവസ്ഥയെ ദൈവത്തിന് മാറ്റിയെടുക്കുവാൻ കഴിയും. ആമേൻ, ഹല്ലേലൂയ. തകർന്നതിനെ മാറ്റിയെടുക്കുവാൻ, തകർന്നതിനെ പണിതെടുക്കുവാൻ എന്റെ യേശുവിന് കഴിയും. ഹല്ലേലൂയ. നിന്റെ കുടുംബത്തിലെ, ആമേൻ, ഹല്ലേലൂയ, വിഷയങ്ങളെ പരിഹരിക്കുവാൻ, ആമേൻ, ഇടിവുകളെ നികത്തുവാൻ എന്റെ യേശുവിന് കഴിയും. നിനക്ക് മുന്നോട്ട് പോകുവാൻ കഴിയുന്നില്ലേ? ആമേൻ, ഹല്ലേലൂയ. യേശുവിന്റെ വിളി അനുസരിച്ച്, ആമേൻ, നിനക്ക് മുന്നോട്ട് പോകുവാൻ കഴിയുന്നില്ലേ? ഇന്ന് രാത്രി യേശുവിൽ സമർപ്പിക്ക്. ആമേൻ, അവൻ നിന്നെ വിടിവിപ്പാൻ വിശ്വസ്തന. ആമേൻ, ഹല്ലേലൂയ. അത് വിശ്വസിക്കുക മാത്രം ചെയ്യുക. നമുക്കറിയാം, ആമേൻ, ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നോക്കുമ്പോൾ നമുക്ക് വേറൊരു ഭാഗം നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. 18-ാം അധ്യായം, ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായം അതിന്റെ 35-ാം വാക്യം ഇപ്രകാരം കാണുന്നു. അവൻ എരിഹോവിന് അടുത്തപ്പോൾ ഒരു കുരുടൻ ഇരന്നുകൊണ്ട് വഴിയരികെ ഇരുന്നിരുന്നു. ആമേൻ. പുരുഷാരം കടന്നു പോകുന്നത് കേട്ട് ഇതെന്തെന്ന് അവൻ ചോദിച്ചു. ഹല്ലേലൂയ. അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്, എരിഹോവിന് യേശു അടുത്തപ്പോൾ, ആമേൻ, എരിഹോവിലൂടെ കടന്നു പോകുവാൻ യേശു പുരുഷാരവുമായി, ആമേൻ, എരിഹോവിന് അടുത്ത് വന്നപ്പോൾ ഇതാ ആ വഴിയരികിൽ ഒരു കുരുടൻ ഇരിക്കുക. പ്രൈസലോ. അവൻ ജനിച്ചപ്പോൾ മുതൽ അവൻ കുരുടനായ മനുഷ്യനാണ്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ അവന് കാണുവാൻ കഴിയുന്നില്ല, എന്നാൽ അവന് കേൾക്കുവാൻ കഴിയും. ഈ പുരുഷാരത്തിന്റെ ആരവും സൗണ്ടും ഒക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ അവൻ ചോദിക്കുകയാണ്, എന്താണ് ഈ ആരവം കേൾക്കുന്നത്? ആമേൻ, ഹല്ലേലൂയ. എന്നാൽ ഈ പുരുഷാരം, ആമേൻ, പോകുന്ന ഒച്ചയും ബഹളവും ഒക്കെ കേട്ടപ്പോൾ അവൻ ചോദിച്ചു, അതേ, ദൈവത്തിന് സ്തോത്രം, കടന്നു പോകുന്നത് കേട്ടു, ഇതെന്തെന്ന് അവൻ ചോദിച്ചു. ആമേൻ, ഹല്ലേലൂയ. ആമേൻ. അപ്പോൾ പറയുകയാണ്, നസ്രേനായ യേശു ഇതുവഴി കടന്നു പോകുന്നു. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ അവൻ എന്തുവാ ചെയ്തത്? ആമേൻ, അവൻ, ഹല്ലേലൂയ, നിലവിളിപ്പാനിടയായി. ആമേൻ, യേശുവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ആ വഴിയരികിലിരുന്ന കുരുടൻ യേശുവിന്റെ, ആമേൻ, ആ, ഹല്ലേലൂയ, പുരുഷാരവുമായി കടന്നു പോകുന്ന ആ സാമീപ്യം, ആ സാന്നിധ്യം അവൻ തിരിച്ചറിയുവാനിടയായി. അവൻ യേശുവിനെ ഉറക്ക വിളിക്കുകയാ. ആമേൻ, ദാവീദ് പുത്ര, കരുണ തോന്നണമേ. ഇവിടെ നോക്കുമ്പോൾ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. ആമേൻ, ഹല്ലേലൂയ, ഉറക്ക നിലവിളിച്ചപ്പോൾ ഈ പുരുഷാരത്തിൽ നിന്ന്, ആമേൻ, മറ്റുള്ളവർ പറയുകയാ, മിണ്ടാതിരിപ്പിൻ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവ പൈതലേ, നിനക്കൊരു വിടുതൽ വേണമോ? നിനക്കൊരു സൗഖ്യം വേണമോ? ആമേൻ, നീ മിണ്ടാതിരുന്നാൽ നിനക്ക് സൗഖ്യമുണ്ടാകത്തില്ല, നിനക്ക് വിടുതൽ പ്രാപിക്കുവാൻ പറ്റത്തില്ല. ഈ കുരുടനായ മനുഷ്യൻ എന്താണ് ചെയ്തത്? അവൻ നിലവിളിപ്പാനിടയായി. പ്രൈസലോ. അവൻ ഉറക്ക നിലവിളിച്ചു.
നിലവിളിച്ചു. അവനോട് മിണ്ടാതിരിപ്പീനെന്ന് അവൻ മറ്റുള്ളവരെ ശാസിച്ചപ്പോൾ അവൻ അത്യുച്ചത്തിൽ അവൻ നിലവിളിക്കുക. പ്രൈസലോ, ഇന്ന് രാത്രി നിന്റെ വിഷയത്തിന്റെ മേല്, ആമേൻ ഹല്ലേലൂയ, നീ നിലവിളിക്കുന്ന വിഷയത്തിന്റെ മേല് നിനക്കൊരു വിടുതൽ തരുവാൻ യേശു കടന്നു വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. അതേത് വിഷയമായിക്കൊള്ളട്ടെ, ഏത് പ്രശ്നങ്ങളായിക്കൊള്ളട്ടെ, ആമേൻ ഹല്ലേലൂയ, നിന്നെ വിടുവിച്ച് പുറത്തു കൊണ്ടുവരുവാൻ, നീ ഇരിക്കുന്ന ഇടത്തുനിന്ന് നിന്നെ എഴുന്നേൽപ്പിക്കുവാൻ എന്റെ യേശുവിന് കഴിയും. ഹല്ലേലൂയ. ഈ കുരുടനായ മനുഷ്യൻ ഈ വഴിയരികിൽ ഇരുന്നു കൊണ്ട് അവൻ മറ്റുള്ളവരോട് ഇരക്കുകയാ. പ്രൈസലോ, അവന് ജോലി ചെയ്യുവാൻ പറ്റത്തില്ല, കാരണം അവന് കാഴ്ചയില്ല. ഈ കാഴ്ചയില്ലാത്തവൻ മറ്റുള്ളവർ വഴിയെ പോകുന്നവരോട് അവൻ ഇരന്നുകൊണ്ടിരിക്കുകയാ. ദൈവത്തിന് സ്തോത്ര. അപ്പോഴാണ് യേശു ഈ വഴി കടന്നു പോകുന്നത്. ദൈവത്തിന്റെ പൈതലെ, ദൈവത്തിന് സ്തോത്ര. ഇന്ന് രാത്രി ഹല്ലേലൂയ, ആമേൻ, ആരും ആശ്രയമില്ലാതെ, ആമേൻ, ആരും ആശ്രയമില്ലാതെ, ആമേൻ, ആയിരിക്കുന്ന നിന്റെ പ്രതിസന്ധിയിൽ നിന്ന് നിന്നെ വിടുവിപ്പാൻ യേശുനാഥൻ ഇതാ കടന്നു വന്നിരിക്കുക. ആമേൻ. യേശുവിന്റെ ആരവവും ഹല്ലേലൂയ പുരുഷാരത്തിന്റെ ആരവവും ഒക്കെ കേട്ടപ്പോൾ അവൻ ചോദിക്കുക, ഇതെന്താണ് ഈ ശബ്ദം കേൾക്കുന്നതെന്ന്. എന്നാൽ ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം, ഇവിടെ അതേ പുരുഷാരത്തിൽ നിന്ന് ജനം ഹല്ലേലൂയ അതേ ശിഷ്യന്മാർ പറയുകയാണ്, അത് യേശു ഇതുവഴി കടന്നു പോകുന്നു. പലരും പറഞ്ഞു, നീ മിണ്ടാതിരിപ്പിൻ. ആമേൻ. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ അതേ നീ നിലവിളിക്കുന്ന നിന്റെ നിലവിളി പലരും ഒരുപക്ഷെ നിന്നോട് പറഞ്ഞേക്കാ, അതേ നീ മിണ്ടരുതെന്ന്. ആമേൻ. ഹല്ലേലൂയ. എന്തിനാണ് ഇങ്ങനെ നിലവിളിക്കുന്നത്? എന്തിനാണ് ഇങ്ങനെ ഒച്ചയിടുന്നത്? എന്തിനാണ് ഇങ്ങനെ നീ ഹല്ലേലൂയ പദം പറഞ്ഞ് കരയുന്നതെന്ന് ഒരുപക്ഷെ മറ്റുള്ളവർ ചോദിച്ചാൽ ഇന്ന് രാത്രി പറയട്ടെ, നീ നിലവിളിക്കുന്ന നിലവിളിക്ക് മധ്യത്തില് യേശുവിന് ഇറങ്ങി വരുവാൻ കഴിയും. പ്രൈസലോ, ആമേൻ സ്തോത്രം, അവന് വിടുവിപ്പാൻ കഴിയും. എന്നാൽ യേശു പറഞ്ഞു, അതെ അവനെ എന്റെ അരികിൽ കൊണ്ടുവരുവേൻ. പ്രൈസലോ, ആമേൻ. അവൻ അത്യുച്ചത്തിൽ നിലവിളിച്ചു കൊട്ടോ. അവന്റെ നിലവിളി കേട്ട് യേശു മറികടന്നു പോയില്ല. ഇന്ന് രാത്രി നിന്റെ നിലവിളിക്ക് മുൻപില് യേശു ഇറങ്ങി വരികയാ. ദൈവത്തിന് സ്തോത്രം. ആമേൻ ഹല്ലേലൂയ. യേശു അവന്റെ നിലവിളി കേട്ട് യേശു എന്ത് ചെയ്തു? അവിടെ നിൽക്കുവാനിടയായി. ആമേൻ സ്തോത്രം. യേശു അവന്റെ നിലവിളി കേട്ടപ്പോൾ അവൻ മറികടന്നു പോയില്ല. മറ്റുള്ളവർ അവനെ ശാസിച്ചതാ. ആമേൻ ഹല്ലേലൂയ. എന്നാൽ അതവൻ ഹല്ലേലൂയ ആമേൻ സ്തോത്രം മറ്റുള്ളവരെ ശാസനെ അവൻ നോക്കിയില്ല. കാരണം അവൻ ഹല്ലേലൂയ കുരുടനാ. അവന് കാഴ്ച ലഭിക്കണം. അവന്റെ പ്രയാസം എന്തെന്ന് പുരുഷാരത്തിന് അറിയത്തില്ല, മറ്റുള്ളവർക്ക് അറിയത്തില്ല. ദൈവ പൈതലെ, നിന്റെ ഹല്ലേലൂയ ദുഃഖം എന്തെന്ന്, നിന്റെ പ്രയാസം എന്തെന്ന് ഒരുപക്ഷെ നിന്റെ കൂടെയുള്ളവർക്ക് മനസ്സിലാകുന്നില്ലായിരിക്കാം, മറ്റുള്ളവർക്ക് അറിയത്തില്ലായിരിക്കാം. എന്നാൽ നിന്റെ നിലവിളി കാണുന്ന, നിന്റെ പ്രയാസം കാണുന്ന ഒരു ഹല്ലേലൂയ അത് കർത്താവിന്റെ രാത്രി നമ്മോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. റബലാധികാര വൈഡവന ഘടകസ്യ. ഇന്ന് രാത്രി നിന്നെ വിടിവിപ്പാൻ ഒരു യേശു കടന്നു വന്നിട്ടുണ്ട്. പ്രൈസലോ. ഈ രാത്രി നീ യേശുവിലേക്ക് സമർപ്പിച്ചു കൊടുക്ക. ആ കുരുടന്റെ നിലവിളി മധ്യത്തിൽ യേശു നിന്നുകൊട്ടോ. ആമേൻ. അവൻ ഇട്ടേച്ചു പോകുന്ന ദൈവമല്ല. ആമേൻ സ്തോത്രം. ഇവിടെ നോക്കണമേ, യേശു പറഞ്ഞ അവനെ എന്റെ അരികിൽ കൊണ്ടുവരും. ഹല്ലേലൂയ. അവന് ആമേൻ യേശുവിന്റെ അരികിൽ, ആമേൻ ശിഷ്യന്മാർ യേശുവിന്റെ അരികിലേക്ക് ആമേൻ അവനെ കൊണ്ടുവന്ന് യേശു ചോദിച്ചു, ഞാൻ ഓടിപ്പോകട്ടെ? ആമേൻ. യേശു ചോദിക്കുകയാണ്, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? പ്രൈസലോ. ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? ഞാൻ എന്താണ് നിനക്ക് ചെയ്യേണ്ടത്? അവൻ പറഞ്ഞു, ആമേൻ ദാവീദ് പുത്ര, എനിക്ക് കാഴ്ച കിട്ടണം. പ്രൈസലോ. യേശുവേ, എനിക്ക് കാഴ്ച കിട്ടണം. ഞാൻ ഹല്ലേലൂയ കുരുടനാണ്, എനിക്ക് കാഴ്ച കിട്ടണം. ഹല്ലേലൂയ. യേശുനാഥൻ പറഞ്ഞു, ദൈവത്തിന് സ്തോത്രം. അതേ ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം. കർത്താവേ, എനിക്ക് കാഴ്ച കിട്ടണമെന്ന് അവൻ പറഞ്ഞു. യേശു അവനോട് കാഴ്ച പ്രാപിക്കാം. പ്രൈസലോ. മറ്റൊന്നും യേശു പറഞ്ഞില്ല. നിന്റെ നാടെവിടെയാ, വീടെവിടെയാ, നിന്റെ പേരെന്താ, ഇതൊന്നും യേശു ചോദിച്ചില്ല. അത് യേശു പറഞ്ഞു, ആമേൻ നീ കാഴ്ച പ്രാപിക്ക. ആമേൻ ഹാല. ഇന്ന് രാത്രി യേശുവിന്റെ വാക്കിന് വിടുതലുണ്ട് കേട്ടോ. യേശുവിന്റെ വാക്കിന് ഹാല സൗഖ്യമുണ്ട്. യേശുവിന്റെ വാക്കിന് ആമേൻ മുൻപിൽ നീ ഏൽപ്പിച്ചു കൊടുത്താൽ നിനക്ക് ജീവനുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് രാത്രി നീ യേശുവിന്റെ മുൻപിൽ ഏൽപ്പിച്ചു കൊടുക്ക്. യേശുവിന്റെ വാക്കിന് മുൻപിൽ നീ സമർപ്പിച്ചു കൊടുക്ക്. അത്ഭുത വിടുതൽ ഇന്ന് രാത്രി നിനക്ക് പ്രാപിക്കുവാൻ കഴിയും. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. ഇവിടെ ആ കുരുടൻ യേശു കാഴ്ച കൊടുക്കുവാനിടയായി. അവൻ സൗഖ്യമുള്ളവനായി തീർന്നു. അവൻ യേശുവിനോട് കൂടെ പോയി. ആമേൻ ഹല്ലേലൂയ. ഇതാണ് ദൈവത്തിന്റെ വിടുതലുകൾ, ഇതാണ് ദൈവത്തിന്റെ പ്രവൃത്തി. ആമേൻ ഹാല. നിനക്ക് സൗഖ്യം ലഭിച്ചാൽ ആമേൻ നീ എന്താണ് ചെയ്യേണ്ടത്? യേശുവിനോട് കൂടെ നടക്കണം. യേശുവിനോട് കൂടെ നടക്കണം. ആമേൻ. കർത്താവ് നിനക്കൊരു വിടുതൽ തന്നാൽ, കർത്താവ് നിനക്കൊരു സൗഖ്യം തന്നാൽ നീ യേശുവിനോട് കൂടെ നടക്കണം. പ്രൈസലോ. ഇന്ന്
ഇന്ന് രാത്രി നമുക്ക് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. ഇവിടെ എന്താണ് യേശു ചെയ്തത്? ആമേൻ ഹല്ലേലൂയ. യായിറോസിനോട് പറഞ്ഞു, നീ ഭയപ്പെടേണ്ട. പ്രൈസ് ദി ലോർഡ്. കാരണം മരണത്തിന്റെ മേൽ അധികാരമുള്ളവനാ പറയുന്നത്. ആമേൻ ഹല്ലേലൂയ. നിന്നെ ജീവിപ്പിക്കുവാൻ, നിന്റെ പൈതലിനെ ജീവിപ്പിക്കുവാൻ കഴിവുള്ള ദൈവമാ നിന്നോട് പറയുന്നത്. ഹല്ലേലൂയ. ഇന്ന് രാത്രി തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദൈവദാസിമാരെ, ദൈവദാസന്മാരെ, ദൈവജനമേ, ഇന്ന് രാത്രി പറയട്ടെ, ആമേൻ, നിന്റെ തലമുറയെ വിടിവിപ്പാൻ, നിന്റെ കുടുംബത്തെ വിടിവിപ്പാൻ, ആമേൻ, നിന്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിന്ന് നിന്നെ വിടിവിച്ച് പുറത്തു കൊണ്ടുവരുവാൻ എന്റെ യേശുവിന് കഴിയും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. യായിറോസിനെ, ആമേൻ ഹല്ലേലൂയ, തന്റെ കുടുംബത്തെ, തന്റെ പൈതലിനെ അവിടെ വിടിവിപ്പാൻ ഇടയായി. യേശുനാഥൻ എന്താണ് ചെയ്തത്? ആമേൻ ഹല്ലേലൂയ. അവനെ, ആമേൻ സ്തോത്രം, അവിടെ യേശുനാഥൻ പറയുന്നത് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. ആമേൻ ഹല്ലേലൂയ. യേശു ആ വാക്ക് കാര്യമാക്കാതെ പള്ളിപ്രമാണിയോട് ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക, ആമേൻ എന്ന് പറഞ്ഞു. അങ്ങനെ യേശു എന്താണ് ചെയ്തത്? പത്രോസിനെ, യോഹന്നാനെ, യാക്കോബിനെയും കൂട്ടി ആമേൻ ഈ യായിറോസിന്റെ ഭവനത്തിൽ കടന്നു ചെല്ലുവാനിടയായി. ഈ കുഞ്ഞുമകൾ യേശു ആ ഭവനത്തിൽ ചെല്ലുമ്പോൾ കാണുന്നത് അനേകര കുടുംബത്തിലുണ്ട്. മരണ വീടാണ്. ആമേൻ ഹല്ലേലൂയ. മരിച്ച കുഞ്ഞിനെ, ആമേൻ ഹല്ലേലൂയ, അതേ കുഞ്ഞിന്റെ അരികിലിരുന്ന് എല്ലാവരും കരയുന്നതാ കാണുന്നത്. പ്രൈസ് ദി ലോർഡ്. യേശു ചെന്നിട്ട് പറഞ്ഞു, കുഞ്ഞ് മരിച്ചിട്ടില്ല, അവൾ ഉറങ്ങുകയത്രേ. പ്രൈസ് ദി ലോർഡ്. നിനക്കിന്ന് വിശ്വസിക്കുവാൻ കഴിയുമോ? യേശുവിന്റെ വാക്കിനെ വിശ്വസിക്കുവാൻ കഴിയുമോ? ദൈവം എന്താണ് പറഞ്ഞത്? ആമേൻ ഹല്ലേലൂയ. അവിടെ ചെന്നിട്ട് യേശുനാഥൻ തന്റെ മാതാവിനെയും പിതാവിനെയും അതേ തന്റെ ശിഷ്യന്മാരെയും കൂട്ടി ഈ മകൾ കിടക്കുന്ന മുറിയിൽ കടന്നു ചെന്ന്, ആമേൻ ഹല്ലേലൂയ, യേശു ആ മകളെ ഉയർപ്പിക്കുവാനിടയായി. ഹല്ലേലൂയ. അതേ ദൈവത്തിന് സ്തോത്രം. യേശുനാഥൻ ഹല്ലേലൂയ എല്ലാവരെയും പുറത്താക്കി കുട്ടിയുടെ അപ്പനെയും അമ്മയെയും തന്നോട് കൂടെയുള്ളവരെയും കൂട്ടിക്കൊണ്ട് കുട്ടി കിടക്കുന്ന ഇടത്ത് ചെന്ന് കുട്ടിയുടെ കൈക്ക് പിടിച്ചു, ബാലേ എഴുന്നേൽക്ക എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. നിന്നെ എഴുന്നേൽപ്പിക്കുവാൻ ഇന്ന് രാത്രി യേശു കടന്നു വന്നിട്ടുണ്ട്. ദൈവ പൈതലേ, നീ ഭാരപ്പെടേണ്ട. ആമേൻ ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ആമേൻ. നിന്റെ രോഗശയ്യയിൽ നിന്ന്, ആമേൻ, നിന്റെ ദീനത്തിൽ നിന്ന്, നിന്റെ പ്രയാസങ്ങളിൽ നിന്ന് നിന്നെ വിടിവിക്കുവാൻ, നിന്റെ കുടുംബത്തെ ആമേൻ വിടിവിക്കുവാൻ, ആമേൻ, യേശു കടന്നു വന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്നും രോഗി എന്ന് പറഞ്ഞ് നിന്നെ ഇരുത്തുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നില്ല. അവിടെ നിന്ന് നിന്നെ വിടുവിപ്പാൻ എന്റെ യേശുവിന് കഴിയും. പ്രൈസ് ദി ലോർഡ്. യേശുനാഥൻ എന്താണ് ചെയ്തത്? ആ കുഞ്ഞിനെ, ആമേൻ ഹല്ലേലൂയ, അവളെ സൗഖ്യമുള്ളവളാക്കി, ആമേൻ, കർത്താവ് എഴുന്നേൽപ്പിക്കുവാനിടയായി തീർന്നു. ബാലെ എഴുന്നേൽക്കുക എന്ന് പറഞ്ഞ്, ആമേൻ സ്തോത്രം, അവളുടെ കൈക്ക് പിടിച്ച് അവളെ എഴുന്നേൽപ്പിക്കുവാനിടയായി. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി യേശു നിന്റെ കൈക്ക് പിടിച്ചിട്ടുണ്ട് കേട്ടോ. ആമേൻ ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. കർത്താവ് നിന്റെ കരത്തിൽ പിടിച്ചിട്ടുണ്ട്. ആമേൻ. നീ ഹല്ലേലൂയ മരിച്ച ഹല്ലേലൂയ കുഞ്ഞിനെ യേശു അവിടെ എഴുന്നേൽപ്പിക്കുവാനിടയായി. അങ്ങനെയെങ്കിൽ നിന്റെ ജീവിതത്തിൽ ഈ നാളിൽ, ഈ 2025 ആമേൻ സ്തോത്രം, നിന്നെ എഴുന്നേൽപ്പിക്കുവാൻ ആമേൻ യേശുവിന് കഴിയോ? ആമേൻ. അതുകൊണ്ട് യേശുവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചോ. ആമേൻ. ഇന്ന് രാത്രി നീ യേശുവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചോ. നിന്നെ എഴുന്നേൽപ്പിക്കുവാൻ എന്റെ യേശുവിന് കഴിയോ? ഏത് പ്രതിസന്ധികള്, ഏത് വിഷയമാണോ ആമേൻ ഈ ദിവസങ്ങളില് നീ പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ നിന്ന് നിന്നെ എഴുന്നേൽപ്പിക്കുവാൻ യേശുവിന് കഴിയോ? നമുക്കറിയാം, അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായത്തിൽ നോക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. ആമേൻ ഹല്ലേലൂയ. അവിടെ 16-ാം അധ്യായം അതിന്റെ 30-ാം വാക്യത്തിൽ നോക്കുമ്പോൾ അവരെ പുറത്തു കൊണ്ടുവന്നു. യജമാനന്മാരെ രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്തു ചെയ്യണം? പ്രൈസ് ദി ലോർഡ്. അവിടെ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. കാരാഗ്രഹ പ്രമാണി ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, രക്ഷ പ്രാപിക്കുവാൻ ഞാൻ എന്തു ചെയ്യണം? ആമേൻ. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ദൈവത്തിന് സ്തോത്രം. അവിടെ യേശു കർത്താവ്, ആമേൻ ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം, അവിടെ വലിയ പ്രവർത്തികളെ ചെയ്യുന്നത് നമുക്ക് കാണുവാൻ തക്കൊണ്ട് കഴിയുന്നുണ്ട്. പൗലോസും ശീലാസിനെയും കാരാഗ്രഹത്തിലാക്കിയിരിക്കുക. ആമേൻ ഹല്ലേലൂയ. കാരാഗ്രഹ പ്രമാണി, ആമേൻ സ്തോത്രം, ഉറങ്ങിപ്പോകുവാനിടയായി. അർദ്ധരാത്രിയിൽ പൗലോസും ശീലാസും അവിടെ പാടി സ്തുതിക്കുകയാ. ആമേൻ. കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം കുലുങ്ങി. ആമേൻ. ചങ്ങലകൾ അഴിഞ്ഞു വീണു, വാതിലുകൾ തുറന്നു പോയി. ഞാൻ പെട്ടെന്ന് പറയട്ടെ ദൈവമക്കളെ, ഇന്ന് രാത്രി ദൈവകരങ്ങളില് നീ ഏൽപ്പിച്ചു കൊടുത്ത ദൈവത്തെ സ്തുതിക്കുവാൻ നീ തയ്യാറാണോ? ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ആമേൻ, പാടി സ്തുതിക്കുവാൻ നിനക്ക് നിന്റെ ജീവിതത്തിൽ ലഭിക്കുന്ന സമയങ്ങൾ യേശുവിന് വേണ്ടി വേർതിരിച്ചിരിക്കുവാൻ നീ ഒരുക്കമാണോ? ഒരത്ഭുത വിടുതലുകൾ നിന്റെ കുടുംബത്തിൽ നിനക്ക് കാണുവാൻ കഴിയും. ആമേൻ. യേശുവിനെ നിന്നെ വിടുവിപ്പാൻ കഴിയും. എത്ര തന്നെ പ്രശ്നങ്ങൾ നിന്റെ ചുറ്റിലും
ആമേൻ നീ അഭിമുഖീകരിക്കുന്ന വ്യക്തിയായിരിക്കാം. സമാധാനം എന്തെന്ന് നീ അറിയാത്തൊരു വ്യക്തിയായിരിക്കാം. എന്നാൽ ഇന്ന് രാത്രി പറയട്ടെ, നിന്നെ വിടുവിപ്പാൻ ഒരു യേശുവുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ കാരാഗ്രഹ പ്രമാണി ആമേൻ അവൻ ഉറങ്ങിപ്പോകുവാനിടയായി. എന്നാൽ പൗലോസും ശീലാസും ഉറങ്ങിയില്ല കേട്ടോ. അവർ അർദ്ധരാത്രിയിൽ അവർ ദൈവത്തെ പാടി സ്തുതിച്ചു. ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെയാണ് ഒരു ദൈവ പൈതലിന് ആമേൻ ഹല്ലേലൂയ നിന്റെ ജീവിതത്തില്, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തില് കർത്താവിനെ സ്തുതിക്കുവാൻ, മഹത്വപ്പെടുത്തുവാൻ നാം തയ്യാറായാൽ, അവനെ പാടി ആരാധിക്കുവാൻ, ആമേൻ കർത്താവിനെ മഹത്വം കരയേറ്റുവാൻ നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്ന സമയങ്ങൾ ദൈവത്തിന് വേണ്ടി വേർതിരിക്കുവാൻ നീ തയ്യാറാണോ? ദൈവത്തിന്റെ വിടുതലുകൾ നിനക്ക് അനുഭവിക്കുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ഇവിടെ പൗലോസും ശീലാസും അർദ്ധരാത്രിയിൽ അവർ പാടി സ്തുതിക്കുക. പ്രൈസ് ദി ലോർഡ്. അവർക്ക് ഉറക്കം വന്നില്ല. ആമേൻ. അവരെ കാരാഗ്രഹത്തിൽ അവരുടെ കാലുകൾ ആമത്തിലിട്ട് പൂട്ടി അവരെ ഇട്ടിരിക്കുക. ദൈവത്തിന് സ്തോത്രം. ദൈവ പൈതലേ, എത്ര പ്രതിസന്ധിയുടെ ഇടയിലാണെങ്കിലോ, എത്ര പ്രശ്നങ്ങളുടെ മധ്യത്തിലാണെങ്കിലോ ദൈവ പൈതലിന് ഉറങ്ങുവാൻ പറ്റത്തില്ല. അവന് ദൈവത്തെ ആരാധിക്കണം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ മഹത്വപ്പെടുത്തണം. ഹല്ലേലൂയ. ഈ ദിവസങ്ങളില് ആമേൻ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നീ സമയങ്ങൾ വേർതിരിച്ചാൽ, ആമേൻ ചില ദൈവ പ്രവർത്തികൾ നിന്റെ കുടുംബത്തില്, നിന്റെ ദേശത്തില്, നിന്റെ സഭയില്, ആമേൻ നിന്റെ ദൈവ ജനത്തിന്റെ ഇടയില് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നാം ചുറ്റുപാടുകളിലേക്ക് നാം നോക്കിയാൽ, നമ്മുടെ ദേശങ്ങൾ, നമ്മുടെ ഹല്ലേലൂയ അത് ലോകത്തിലേക്ക് നാം നോക്കുകയാണെങ്കിൽ എന്തെല്ലാം അനർത്ഥങ്ങളെ കൊണ്ടാണ് ഇന്ന് മനുഷ്യന് ഹല്ലേലൂയ അനുഭവിക്കുന്നത്. വലിയ പ്രതിസന്ധികളെ കൊണ്ട് മനുഷ്യൻ ആയിരിക്കുമ്പോൾ ഇന്ന് രാത്രി പറയട്ടെ, നമ്മുടെ ദേശത്തിന് വേണ്ടി കരയുവാൻ, ആമേൻ ഹല്ലേലൂയ നീ തയ്യാറാണോ? ദൈവം വിടുവിപ്പാനിടയായി തീരും. പ്രൈസ് ദി ലോർഡ്. കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനത്തെ കുലുക്കുവാനിടയായി. അതെ, ദൈവത്തിന് സ്തോത്രം. ചങ്ങലകൾ, തടവുകാരുടെ എല്ലാം ചങ്ങലകൾ എന്ത് ചെയ്തു? അഴിയുവാനിടയായി. ദൈവത്തിന് സ്തോത്രം. ഇവിടെ പൗലോസും ശീലാസും പാടി ദൈവത്തെ സ്തുതിച്ചപ്പോൾ ദൈവം അവിടെ ഇറങ്ങുവാനിടയായി. ഹല്ലേലൂയ. വലിയൊരു ഭൂകമ്പമുണ്ടായി. കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം കുലുങ്ങുവാൻ തുടങ്ങി. നീ പ്രാർത്ഥിച്ചാൽ ആമേൻ നിന്റെ ദേശം വിടുവിക്കപ്പെടും. ആമേൻ ഹല്ലേലൂയ. നിന്റെ ആയിരിക്കുന്ന ആമേൻ ദൈവത്തിന് സ്തോത്രം ദേശത്ത് ദൈവമഹത്വം വെളിപ്പെടുവാൻ ഇടയായി തരും. ആമേൻ ദൈവജനമേ, ഈ നാളിൽ നശിച്ചു പോകുന്ന അനേകർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ അപകടങ്ങൾ ഹല്ലേലൂയ മേഖലകൾ ഒഴിഞ്ഞു മാറുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ദേശത്തിനു വേണ്ടി, ആത്മാക്കൾക്ക് വേണ്ടി നമുക്ക് കരയാം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഈ ദിവസങ്ങളിൽ ഒരു പ്രാർത്ഥനയോടെ ആമേൻ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ, സ്തുതിക്കുവാൻ നാം ഒരുക്കമായാൽ ഹല്ലേലൂയ ദൈവമഹത്വം നമ്മുടെ ചുറ്റുപാട്, നമ്മുടെ കുടുംബത്തിൽ നമുക്ക് വെളിപ്പെടുന്നത് കാണുവാൻ ഇടയായി തരും. ഇവിടെ അടിസ്ഥാനം കുലുങ്ങി. ആമേൻ ഹല്ലേലൂയ എല്ലാവരുടെയും ചങ്ങല അഴിഞ്ഞു വീണു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഈ ദൈവദാസന്മാർ എന്തോ ചെയ്തത്? അവർ പാടി സ്തുതിച്ചപ്പോൾ ദൈവ പ്രവൃത്തിയോടെ വെളിപ്പെടുവാൻ തുടങ്ങി. ആമേൻ ഹല്ലേലൂയ. ഈ സമയം ആമേൻ ഹല്ലേലൂയ കാരാഗ്രഹ പ്രമാണി ഉറക്കമുണർന്നു. അവൻ ഉറങ്ങുകയായിരുന്നു. അവന് ആമേൻ ദൈവത്തിന്റെ ആമേൻ ദാസന്മാർ പാടി സ്തുതിച്ചപ്പോൾ ആമേൻ ദൈവ ഹല്ലേലൂയ അവിടെ ഇറങ്ങി വന്നപ്പോൾ ഇവൻ ഉറക്കമുണർന്നു. ദൈവത്തിന് സ്തോത്രം. ഉറക്കമുണർന്നപ്പോൾ കാണുന്നത് എന്താണ്? ആമേൻ ചങ്ങലകളെല്ലാം അഴിഞ്ഞു വീണു. വാതിലുകൾ തുറന്നുപോയി. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രി പറയട്ടെ, എത്ര തന്നെ ശത്രുവാകുന്ന സാത്താൻ നിന്നെ ബന്ധിച്ചാലും അവിടെ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ എന്റെ യേശുവിന് കഴിയും. പ്രൈസ് ദി ലോർഡ്. കാരാഗ്രഹ പ്രമാണി നോക്കുമ്പോൾ ഇതാ വാതിലുകൾ തുറന്നുപോയി. അവൻ തടവുകാരെല്ലാം രക്ഷപ്പെട്ടെന്നാ ഓർത്തെ. എന്നാൽ പൗലോസ് പറഞ്ഞു, ഞങ്ങളെല്ലാവരും ഇവിടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഈ അമേൻ ഈ പ്രമാണി എന്താണ് ചെയ്തത്? തന്നെത്താൻ കൊല്ലുവാൻ അവൻ വാളെടുത്തു. കാരണം തടവുകാരെല്ലാം രക്ഷപ്പെട്ടെന്ന് അവൻ വിചാരിച്ചത്. എന്നാൽ ദൈവത്തിന് സ്തോത്രം, അവൻ കൊല്ലുവാൻ തുടങ്ങിയപ്പോൾ, തന്നെത്താൻ മരിക്കുവാൻ തുടങ്ങിയപ്പോൾ പൗലോസ് വിളിച്ചു പറഞ്ഞു, നീ നിനക്ക് തന്നെ ഒരു ദോഷവും ചെയ്യരുത്, ഞങ്ങളെല്ലാവരും ഇവിടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ പറയട്ടെ, അവിടെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാനിടയായി. ആമേൻ സ്തോത്രം. ഇന്ന് രാത്രി ഞാൻ എൻ്റെ വാക്കിലൂടെ സംഹരിക്കട്ടെ. ആമേൻ ഹല്ലേലൂയ. കാരാഗ്രഹത്തിൽ ദൈവമഹത്വം വെളിപ്പെട്ടുവെങ്കിൽ ആമേൻ ഹല്ലേലൂയ ഇന്ന് രാത്രി നമുക്ക് നമ്മെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടട്ടെ നമ്മുടെ കുടുംബങ്ങളിൽ. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. വിശ്വസിച്ചാൽ ആമേൻ ഹല്ലേലൂയ ദൈവമഹത്വം കാണുവാനിടയായി തീരും. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. യേശുവിന്റെ ആമേൻ വാക്കെന്തായിരുന്നു? ഭയപ്പെടേണ്ട. നാം ഭയപ്പെടാതെ ഭയമില്ലാത്തവരായി ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ ആമേൻ
കർത്താവിലുള്ള വിശ്വാസത്തെ മുറുകെ പിടിച്ച് ഈ നാളിൽ നിൽക്കുന്നുവെങ്കിൽ ആമേൻ ദൈവപ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വെളിപ്പെടുന്നത് കാണുവാനിടയായി തീരും. ഇന്ന് രാത്രി ഞാൻ എൻ്റെ വാക്കിലൂടെ ഉപസംഹരിപ്പാനായിട്ട് താല്പര്യപ്പെടുന്നു. ആമേൻ ഹല്ലേലൂയ. പൂർണ്ണമായി നമുക്ക് ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. യായിറോസിന്റെ മകളെ അവിടെ യേശു കർത്താവ് ഉയർപ്പിച്ചു കൊടുക്കുവാനിടയായി. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ, നാം ഭാരപ്പെടുന്ന വിഷയങ്ങൾ, നമ്മുടെ കുടുംബത്തിന്റെ ഓരോ വിഷയങ്ങളിൽ ആമേൻ എത്ര തന്നെ ആയിരുന്നാലും, അത് എത്ര തന്നെ വലിപ്പമുള്ളതായാലും, എത്ര തന്നെ ആമേൻ പ്രതിസന്ധികൾ ഉളവാക്കുന്ന ആ ഹല്ലേലൂയ വഴികളിലൂടെ നാം കടന്നുപോയാലും അവിടെ നിന്നും നമ്മെ വിടുവിപ്പാൻ ഒരു യേശുവുണ്ട്. പ്രൈസലോ. നാം ഭയമില്ലാത്തവരായി നമ്മുടെ ഭയങ്ങളെയെല്ലാം മാറ്റിവെക്കാം. യേശുവിന് വേണ്ടി നമുക്കൊന്ന് സമർപ്പിക്കാം. യേശുവിന് വേണ്ടി നമുക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ മഹത്വം നമ്മിൽ വെളിപ്പെടുവാൻ സമയമായി. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് നമുക്ക് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത് ഈ ദിവസങ്ങളിൽ ആമേൻ ഹല്ലേലൂയ, എന്റെ കുടുംബത്തിന്റെ വിഷയങ്ങൾ, ആമേൻ ഭാരപ്പെട്ട വിഷയങ്ങളിൽ നിന്ന് എന്നെ വിടുവിക്കണമേ, ഈ രാത്രി ഏൽപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ ദൈവം വിടുവിപ്പാൻ ശക്തനാണ്. ഹല്ലേലൂയ. നാം യേശുവിൽ പൂർണ്ണ വിശ്വാസമുള്ളവരായിരിക്കാം. നമ്മുടെ പ്രതിസന്ധികൾ ഏറുമ്പോൾ നമ്മുടെ വിശ്വാസം കുറഞ്ഞു പോകാതെ ദൈവത്തിലുള്ള വിശ്വാസം ഹല്ലേലൂയ അത് വർദ്ധിക്കുന്നതായി തീരട്ടെ. നമ്മുടെ ഭയങ്ങൾ മാറട്ടെ. ആമേൻ. നമുക്ക് യേശുവിനോട് അടുത്തു ചെല്ലാം. ആമേൻ ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. യായിറോസിന്റെ കുടുംബത്തെ വിടുവിച്ചതുപോലെ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നിന്റെ കുടുംബത്തെ വിടുവിപ്പാൻ യേശുവിന് കഴിയും. നിന്റെ തലമുറയെ വിടുവിപ്പാൻ യേശുവിന് കഴിയും. നിന്റെ രോഗബന്ധനത്തെ അഴിച്ചു മാറ്റുവാൻ യേശുവിന് കഴിയും. മരണത്തിൽ നിന്ന് നിന്നെ വിടുവിപ്പാൻ യേശുവിന് കഴിയും. ആമേൻ. ഒരു പുതുജീവനും പുതിയ ശക്തിയോ ആമേൻ യേശുവിന് നൽകി തരുവാൻ കഴിയോ. ഇന്ന് രാത്രി ആ ദൈവത്തിന്റെ കരങ്ങളിൽ നമ്മെ ഏൽപ്പിക്കാം. പ്രൈസ് ദി ലോർഡ്. ഇതുവരെയും ദൈവവചനം കേൾക്കുവാൻ കർത്താവ് നമ്മെ സഹായിച്ചു. ഞാൻ എൻ്റെ വാക്കുകളിലൂടെ ഉപസംഹരിക്കുന്നു. ആമേൻ. നമ്മുടെ കണ്ണുകളെ അടച്ച് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ നല്ല പിതാവേ, ഇതുവരെയും ദൈവവചനം കേൾക്കുവാൻ അവിടുന്ന് കർത്താവ് കൃപ ചെയ്തുവല്ലോ. റോസ് ഫാമിലി ഗ്രൂപ്പിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ ലൈവിന്റെ കർത്താവ് ഇന്ന് രാത്രി ആമേൻ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ. കർത്താവേ, ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. വചനം കർത്താവേ അത് ജീവനുള്ളതാണ്, അത് ചൈതന്യമുള്ളതാണ്. ആമേൻ. ഹല്ലേലൂയ. ഇരുവായുത്തലുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയ ദൈവവചനത്തിന്റെ ശക്തി ഇന്ന് രാത്രി ഹല്ലേലൂയ അനേകർക്കത് വിടുതലായി മാറട്ടെ. ആമേൻ. ഭയമില്ലാതെ വണ്ണം ആമേൻ സ്തോത്രം വിശ്വാസത്തോടെ കർത്താവിലേക്ക് പൂർണ്ണമായി അടുത്തു വരുവാൻ, പൂർണ്ണ വിശ്വാസത്തിൽ ഏവരും നിലകൊള്ളുവാൻ ദൈവം സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ആമേൻ. ഇന്ന് രാത്രി എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരിക്കൽ കൂടി അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. പിതാപുത്ര പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ലൈവിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട ദൈവമക്കളെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ദൈവമഹത്വം അനുഭവിക്കട്ടെ. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഇത്രത്തോളം സമയം എനിക്ക് വചനം പറയുവാൻ ഈ ലൈവിൽ എനിക്ക് അനുവാദം തന്ന പ്രിയപ്പെട്ട റോസ്ലി ആൻറ്റി, പ്രിയപ്പെട്ട ദൈവദാസിയോടും കുടുംബത്തോടും ഈ ലൈവിലുള്ള എല്ലാ പ്രിയപ്പെട്ടവരോടുമുള്ള എൻ്റെ നന്ദിയും സ്നേഹവും അറിയിച്ച് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്നും വിരമിക്കുന്നു. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.